എക്സിറ്റ് പോൾ ഫലങ്ങൾ തിരിച്ചടിയായതോടെ ആശങ്കയിലായിരിക്കുകയാണ് CPM. സീറ്റുകളിൽ 3 അക്കം തികയ്ക്കുമെന്ന് അവകാശവാദം ഉന്നയിച്ച കോൺഗ്രസിനും കേവല ഭൂരിപക്ഷം മാത്രമാണ് എക്സിറ്റ് പോളിലൂടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. നിർണായകമായ പല മണ്ഡലങ്ങളിലും താമര വിരിയുമെന്ന പ്രവചനങ്ങൾ വോട്ടെണ്ണൽ ഫലം വരും മുൻപേ പാർട്ടി പ്രവർത്തകർ ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിനീഷ് ചേർന്നു. വിനീഷ്, നമുക്കറിയാം ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ ഇപ്പോൾ ഒരു BJPക്ക് അനുകൂലമായ ഒരു പ്രതീക്ഷ വരുന്നുണ്ട്. കാരണം ഒരു മുന്നേ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ പ്രചാരണ സമയത്ത് വരെ BJPക്ക് ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയെല്ലാം തന്നെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും മാറ്റമുണ്ടാകുമെന്നും ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചന നൽകുന്നു. അതോടുകൂടി CPM കടുത്ത ആശങ്കയിലായി എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. വിശദാംശങ്ങൾ വിനീഷ്. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടുകൂടി രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചെടുപ്പ് അത് വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ ഒരു നിലപാടാണ് ജനങ്ങൾ വോട്ടായി രേഖപ്പെടുത്തിയതെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനത്തിലൂടെ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ അധികമായ ഒരു ഭരണവിരുദ്ധ വികാരമില്ല. പക്ഷേ ഒരു മൂന്നാം മുന്നണിയെ സംസ്ഥാനത്തെ ജനങ്ങൾ പരീക്ഷിക്കാൻ തുടങ്ങുന്നു, അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് തുടക്കം കുറിക്കുന്നു എന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ. പ്രവചനങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPMന് കനത്ത തിരിച്ചടി ഏൽക്കുമ്പോഴും നേരത്തെ UDF കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലാണ്. തങ്ങൾ 3 അക്ക സംഖ്യയിലേക്ക് ഏകദേശം 100-ലധികം സീറ്റുകളിലേക്ക് തങ്ങൾ കടക്കുമെന്ന ഒരു ആത്മവിശ്വാസമായിരുന്നു കോൺഗ്രസ് പുലർത്തിയിരുന്നത്. പക്ഷേ അവിടെയും കോൺഗ്രസിന് അടിതെറ്റുന്നു എന്നതാണ്. തൽക്കാലത്തേക്ക് ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് കടന്ന് മുന്നോട്ട് പോകാൻ മാത്രമേ കോൺഗ്രസിന് സാധിച്ചിട്ടുള്ളൂ. അതേസമയം തന്നെ BJP ക്യാമ്പുകൾ വലിയ പ്രതീക്ഷയാണ് വച്ചു പുലർത്തുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, 10 മുതൽ 14 സീറ്റ് വരെ BJPക്ക് ഒരു സർവേയുടെ പ്രവചനം വരുന്നു. മറ്റ് ചില സർവേകൾ 3 സർവേകളിലധികം പറയുന്നത് 3 മുതൽ 7 സീറ്റ് വരെ BJPക്ക് ലഭ്യമായേക്കാം എന്ന വിവരങ്ങളാണ്. എന്തായിരുന്നാലും 3 സീറ്റ് വരെ എല്ലാ സർവേകളും BJPക്ക് ഉറപ്പിക്കുകയാണ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചനങ്ങൾക്കപ്പുറം ഇനി ഫലം എന്ന് പറയുന്നത് ജനങ്ങൾ കാത്തിരിക്കുന്നത് 3 ദിവസം കഴിയുമ്പോഴാണ്. കൃത്യമായി പറഞ്ഞാൽ മെയ് 4-ാം തീയതി. ഈ മെയ് 4-ാം തീയതി വരെ ജനങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തന്നെ കാത്തിരിക്കുകയാണ്. എന്തായിരുന്നാലും രാഷ്ട്രീയ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഘട്ടത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടുകൂടി CPMൻ്റെ പ്രതികരണം, CPM നേതാക്കളുടെയൊക്കെ പ്രതികരണം രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ CPMന് പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ് ഇത്തവണയും പുറത്തു വന്നത്. CPM എന്തായിരുന്നാലും ഭരണ തുടർച്ച ഉണ്ടാക്കും എന്നതാണ് CPM നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ചൊല്ലി, പ്രത്യേകിച്ച് ഇലക്ഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടം മുതൽ തന്നെ, വോട്ടെടുപ്പ് കഴിഞ്ഞ ഘട്ടം മുതൽ തന്നെ മുഖ്യമന്ത്രി ആരാണ് എന്ന് സംബന്ധിച്ചുള്ള വലിയ അടിയാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തലയാണോ VD സതീശനാണോ മുഖ്യമന്ത്രി ആകേണ്ടത്? ഇവരുടെയൊക്കെ ഇമേജുകൾ വർദ്ധിപ്പിക്കുന്ന ഫ്ലെക്സുകൾ, പത്രപരസ്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് 2 നേതാക്കളും കളത്തിലിറങ്ങിക്കൊണ്ട്, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ മറ്റു ചില നേതാക്കളും തങ്ങൾക്ക് മുഖ്യമന്ത്രിയായാൽ എന്താണ് കുഴപ്പം എന്ന ചോദ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥിതിയും അത്ര സുരക്ഷിതമല്ല, CPMൻ്റെ സ്ഥിതിയും സുരക്ഷിതമല്ല. ഇവിടെ നിർണായകമാവുക BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയായിരിക്കും. BJP എത്ര സീറ്റുകൾ പിടിക്കുന്നു, അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം സൃഷ്ടിക്കും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു നിർണായക ശക്തിയായി ഒരു പക്ഷേ CPMനും കോൺഗ്രസിനും അല്ലെങ്കിൽ UDFനും LDFനും വലിയ വ്യത്യാസമില്ലാത്ത തരത്തിലുള്ള ഒരു വോട്ട് വിഹിതമാണ് അല്ലെങ്കിൽ ഒരു സീറ്റാണ് െങ്കിൽ അവിടെ നിർണായകമാവുക BJPയുടെ തീരുമാനം തന്നെയായിരിക്കും. എന്തായിരുന്നാലും BJPയെ സംബന്ധിച്ചിടത്തോളം BJP ക്യാമ്പുകൾ വലിയ പ്രതീക്ഷയാണ് വച്ചു പുലർത്തുന്നത്. ഇത്തവണ തങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് BJP ക്യാമ്പിനുള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചനവും അത്തരത്തിൽ തന്നെയാണ്.